ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്, ആ ചിന്തകൾ എനിക്ക് തരുന്ന വികാരം ഗ്രാറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൃതജ്ഞത നിറഞ്ഞ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ്. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതിൽ എനിക്ക് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ പാരൻസിനോടാണ്. കാരണം അവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന വ്യക്തികളാണ്. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് അവര് അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന് കണ്ടാണ് വളരുന്നത്. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നോക്കാം. എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നാലോചിച്ചിട്ട് അത് ഭംഗിയായിട്ട് അവർ ചെയ്തു തീർക്കുന്നത് ഞാൻ കണ്ട് 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 വളർന്നു വന്നതുകൊണ്ടായിരിക്കണം എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം അതിന്റെ സൊല്യൂഷനെ പറ്റി ആലോചിക്കും. നമ്മുടെ കയ്യിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കും. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇനി നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ, നമ്മളെ കൊണ്ട് ഒരു തരത്തിലും ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ, അത് നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിക്ക് മുന്നിൽ, ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ശക്തിക്ക് മുന്നിൽ അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ അത് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക, വിഷമിക്കുക, പിന്നെ ശാരീരിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക, അതൊന്നും അതിനുള്ളൊരു സൊല്യൂഷൻ ആവുന്നില്ല. അത് നമ്മളെ തകർക്കുന്ന വേറൊരു പ്രശ്നമായിട്ട് അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ മുന്നിൽ കാണുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ആണെങ്കിൽ അതിനെ ഈശ്വരന് മുന്നിൽ സമർപ്പിക്കുക. ഇത്രയാണ് നമ്മൾ മനുഷ്യർ എന്നുള്ള നിലയിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് വിശ്വസിക്കുക. നമ്മളെ കൊണ്ട് എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാതിരിക്കുക. കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് ചിന്തിക്കുക. നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അദ്ദേഹം നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പുറകിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അതായിരിക്കണം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ലൈഫിൽ ഇത്രയും സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നതിന്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്.